മഅരിഫത്ത് തുറന്നു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതതിന്റെ അഹ്ലുകാരായ മശായിഖന്മാരും സമ്മതം വാങ്ങണം. ഈ സമ്മതം വാങ്ങിയതിനു ശേഷം നീ എന്ത് ചെയ്യണം? സമ്മതം വാങ്ങാ. ദിവസം 1500 സ്വലാത്തുൽ ഫാത്തിഹ എല്ലാം തീരുമാനിക്കുക. എന്തിന്? ഫത്ഹ് കിട്ടണം, അല്ലാഹ് തുറന്നു കിട്ടണം. അല്ലാഹ് തുറന്ന് എന്നെ കയറ്റി തരണം. പിന്നെ പേടിക്കണ്ട, നിനക്ക് ദുനിയാവുണ്ട് ആഖിറവുണ്ട്. هذه من الأسرار من الأسرار هو ما عندي من الأسرار. എൻ്റെ കയ്യിലുള്ള രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഹസ്ബി, എനിക്കിത് മതിയാവും. വഹസ്ബുക, നിനക്കും ഇത് മതിയാവും. സകല അമലിൻ്റെയും കൂലി സ്വലാത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചാൽ നിനക്ക് ലഭിക്കും. مرتبته الباطنة تستغرق أسرار بطون العالم من أولها إلى آخرها. ലോകത്തെ രഹസ്യങ്ങളെല്ലാം നിനക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയും. ومرتبتها باطنة ഉള്ളിൻ്റെ ഉള്ളി എന്ന മർത്തബുണ്ട്. അത് സിറുൽ അഅ്ലമുല്ലദി വഗായത്തുൽ ഗായാത്തി. അത് ഒരു രഹസ്യമാണ്. അത് ഇവിടുന്ന് ഇറങ്ങിയാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. فعليك يا أخي بالإكثار من هذه الصلاة في سائر الأوقات الليلية والنهارية. പകലും രാവും മുഴുവനും നീ എന്ത് ചെയ്യ്? സ്വലാത്തുൽ ഫാത്തിഹയെ പെരുപ്പിക്ക്. ولازم 500 من صلاة الفاتحة لما أغلق بعد العشاء الأخير قبل النوم. ഞാൻ രഹസ്യം പറഞ്ഞുതരാണ്. ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങൾ ഒരു രഹസ്യം, എനിക്ക് കിട്ടിയ രഹസ്യമാണെന്ന് ഇതിന് അവസാനം പറയുന്നുണ്ട്. ഇശാ നിസ്കരിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല. ഇശാ നിസ്കരിക്കുക എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നീ 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല എന്ന്. സുഹൂറിന്റെ നേരത്തും നീ അപ്രകാരം, സഹറിന്റെ നേരത്ത് സുഹൂറിന്റെ നേരത്തും നീ അപ്രകാരം 500 ചെല്ലുക. അതായത് ഉറങ്ങുന്നതിന് 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല. പിന്നെ വെളുപ്പാങ്കാലത്ത് എണീറ്റിട്ട് 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല. സുബ്ഹിയുടെ ശേഷവും 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല. എന്നിട്ട് നീ നിയ്യത്ത് ചെയ്യുക, അന്നക തുസല്ലി അലൻ നബിയിൽ മുസ്തഫ ഇംതിസാലൻ ലിഅംരി റബ്ബിക വഇജ്ലാലൻ വതഅളീമൻ വമഹബ്ബതൻ ലാ ഗൈറു ദാലിക. പാസ്പോർട്ട് കിട്ടാനല്ല, ലാഭം കൂടി കിട്ടാനല്ല, ഒന്നും നിയ്യത്ത് ചെയ്യണ്ട. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ആയത്തിന്റെ കൽപ്പനയ്ക്ക് ഉൾപ്പെട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് നീ നിയ്യത്ത് ചെയ്യുക. വേറൊന്നും നിയ്യത്ത് ചെയ്യരുത്. ഫഇന്നൽ മുദാവിമ അലാ ഹാദിഹി, ഇതിന്റെ മേൽ ഒരാൾ നിത്യമായാൽ ബിൽ ഇദ്നിൽ ഖാസി മിൻ അഹ്ലിഹി, അത് അതിന്റെ ആളുകളിൽ നിന്ന് സമ്മതം വാങ്ങി ചെയ്താൽ യുഫ്തഹു അലൈഹി, അവന് മേൽ ഫുതുഹുൽ ആരിഫീൻ ലഭിക്കും. അവന് തുറന്നു കിട്ടും ആകാശഭൂമിക്ക്. ലാ മഅല, സംശയിക്കണ്ട. ബിഹൗലില്ലാഹി വഖുവതിഹി, അല്ലാഹുവിന്റെ ഹൗല ഖുവത്ത് കൊണ്ട് ഒരിക്കലും അതിന് സമ്മതം വാങ്ങുക. അതിന്റെ അഹ്ലുകാരിൽ നിന്ന് ചെല്ലാൻ. പിന്നെ ആകാശം വാനം ഒക്കെ തുറന്നോർ മലക്കൂട്ടിൽ രാജാളിയെന്നോർ. പിന്നെ നിനക്ക് ആകാശലോകം തുറന്നിട്ടു സമ്മതം വാങ്ങി ചെയ്യുക. എങ്ങനെ? ഇശാ നിസ്കരിച്ചിട്ട് 500 സ്വലാത്തുൽ ഫാത്തിഹ, പിന്നെ വെളുപ്പാങ്കാലത്ത് എണീറ്റിട്ട് 500 സ്വലാത്തുൽ ഫാത്തിഹ, പിന്നെ സുബഹയുടെ വിരുദ്. ഇത് തിജാനി ചെയ്യേണ്ടതാണ്. അങ്ങനെ തിജാനിയാകണം. സ്വഭാവനല്ലേ ഉള്ളൂ. മനസ്സിലായില്ലേ? തിജാനി മാർഗം സ്വീകരിച്ച് നിനക്ക് റബ്ബിനെ കിട്ടണോ? അതിനെല്ലാവരും മഅരിഫത്തിട്ടാൻ വേണ്ടി ദ്വാരക്കണം. മഅരിഫത്തിട്ടാൻ വേണ്ടി ദ്വാരന്നാ പോരല്ലോ, എടുക്കണ പണി എടുക്കണ്ടേ? നിനക്ക് കുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം എന്നൊരാൾ ദ്വാരന്നാ മതി. ജി ദ്വാരന്നാ മതി കുട്ടിയിലോ? അല്ല, ഒരാൾ പറഞ്ഞു കുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം, കുട്ടിണ്ടാകാൻ വേണ്ടി ദ്വാരക്കണേ, ദ്വാരക്കാം. പക്ഷെ ദ്വാരന്നൊരു കുട്ടി ഉണ്ടാവില്ല. അപ്പം ബ്രോക്കറെ കാണണം, ബ്രോക്കറോട് പറയണം അത്യാവശ്യം തെറ്റില്ലാത്തൊരു ദീനി യാത്രമാട്ടെന്ന് നമുക്കൊരു പെൺകുട്ടിനെ കിട്ടേണ്ടി. ആയിക്കോട്ടെ, ആദ്യം 500 രൂപ ചെലവുണ്ട്. ബ്രോക്കറെ പോക്കറ്റിൽ 500 രൂപ ഇട്ട് കൊടുക്കണം. എന്നാലേ മുപ്പതിനെ മെനക്കിടനുള്ളൂ. മുപ്പര കയ്യിൽ വേറെ പോട്ടുണ്ടാവും, അതിൻ്റെ പിന്നാലെ പോകും. മനസ്സിലായില്ലേ? പറഞ്ഞു ആദ്യത്തെ പ്രഥമമായ ഏൽപ്പിക്കലത്തിന് എന്തെങ്കിലും കൊടുക്കണം, പിന്നെ ബെരിനനുസരിച്ചൊക്കെ കൊടുക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞാൽ എത്ര തരുന്നവനോട് പറയണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട്
പെണ്ണ് പോയി കാണണം, നിശ്ചയം ഉണ്ടാക്കണം, കല്യാണം ഉണ്ടാക്കണം. അങ്ങനെയൊക്കെയായി ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ബന്ധം പോലെ ശാരീരികമായ ബന്ധം പുലർത്തി. ബാക്കി ആരെ കയ്യിലാണ്? അല്ലല്ലാ ഇരിക്കുന്ന പണിയെടുത്തു. എവിടെയും പോകില്ല. ഒത്തേ പള്ളി കിടന്നാണ് കാര്യം. കുട്ടിനാണേ ഒത്തേ പള്ളി കിടന്ന കരിഞ്ഞിട്ട് കാലം വരെ ആക്കും. കുട്ടീനായിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ പാറമ്മ ഒരു കുട്ടി പൊട്ടിമുളക്കുകയും അതിനെ ഏറ്റു കൊണ്ടുപോകുമാണ്. അങ്ങനെ പാറമ്മ പൊട്ടിമുളച്ച കുട്ടിയെ പറ്റി ഞാൻ കാലം വരെ കേട്ടിട്ടില്ല. എടുക്കേണ്ട പണി എടുക്കണം. എല്ലാവർക്കും ചില ആളുകൾ നമ്മളൊക്കെ കാണും, അതേ മാരിപ്പത്ത് കിട്ടാൻ കാരണം മാരിപ്പത്ത് അടുത്ത പീടിയിലുണ്ടോ ഒന്ന് മയക്കും. അവിടുത്തെ എല്ലാ ചിലച്ചിട്ടുണ്ട് മാരിപ്പത്ത്. മാരിപ്പത്ത് എന്ന പേരിലൊക്കെ ബിസ്ക്കറ്റും കേക്കും ഒക്കെ അടുത്തിറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം നല്ല നല്ല പേരുകളിലാണ് ഇപ്പൊ കേക്ക് പേരൊക്കെ. ദൈവം എന്ന പേരിലുള്ള ബിസ്ക്കറ്റ് അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്. ബിസ്ക്കറ്റിന്റെ പേര് ദൈവം. ദൈവം എന്ന പേരിലുള്ള ബിസ്ക്കറ്റ് പാക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം എന്ന പേര് ബിസ്ക്കറ്റ് പാക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ബിസ്ക്കറ്റ് പാക്കിന്റെ പേര് ദൈവം. ഇനിയിപ്പോൾ അതിനും വലിയൊരാളില്ലല്ലോ. അപ്പൊ മാരിപ്പത്ത് പാക്കിക്കത്ത് ഒക്കെ പേരിൽ ഇനി ബിസ്ക്കറ്റും കേക്കും ഒക്കെ നല്ല പതുപതുപ്പുള്ള കേക്കും ബിസ്ക്കറ്റും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ മാരിപ്പത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടണമെങ്കിൽ ഒരു 10-25 ഉറുപ്പ്യം കൊണ്ട് അടുത്ത പീടി കരിയാണ്ട് അവിടുന്ന് ആ പീടിയിലുണ്ടാവും ചിലപ്പോൾ മാരിപ്പത്ത് എന്ന പേരിലുള്ള കേക്ക് ഒക്കെ ഇനി വരാൻ സാധ്യതയുണ്ട്. മക്ക എന്ന പേരിലും മദീന എന്ന പേരിലൊക്കെ പിന്നെ വണ്ടിയിൽ അതിൽ കരി കുത്തുന്ന മദീന തെത്തും. മദീന, ഹോട്ടൽ മദീന. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഹോട്ടലിന്റെ പേരെന്താ? ഹോട്ടൽ മദീന. ഹോട്ടൽ മദീന അല്ലാത്തൊരു നാടല്ല. അവിടെ കയറി ചായ കുടിച്ചാൽ മദീന തെത്തും. അപ്പൊ മാരിപ്പത്ത് നിനക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? തിജാനി മാർഗം സ്വീകരിക്കണം. എന്നിട്ട് ഈ അമലുകളൊക്കെ ചെയ്യണം. എന്നിട്ട് അതിന്റെ മേലെ എങ്ങനെ ചെയ്യണം? എന്ത്? ഇശാന്റെ ശേഷം ഉറങ്ങുന്നതിന് 500 സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലുന്നവർക്കൊക്കെ നിസ്സാരാണത്. ചെല്ലിത്തരും. തുടക്കത്തിന് ബുദ്ധിമുട്ട്, പ്രശ്നം ഉണ്ടാവില്ല. തോണ്ടാൻ നേരം കിട്ടൂല. തോണ്ടുന്ന നേരം കുറയും. ഇതൊക്കെ നമ്മൾ തോണ്ടുന്ന നേരമാണ്. ഉറങ്ങുന്നതിന് മുമ്പ് കാര്യമായി എടുക്കണ പണി എന്താ? തോണ്ടല്. ഇതിന് നേരം കിട്ടൂല. പിന്നെ സുഹൂറിന്റെ സമയത്ത് എണീറ്റിട്ട് വീണ്ടും 500 സ്വലാത്തുൽ ഫാത്തിഹ. പിന്നെ വിർദു സബാഹി, തിജാനികളുടെ വിർദു സബാഹി ചൊല്ലിയിട്ട് 500 സ്വലാത്തുൽ ഫാത്തിഹ. ഫഇന്നൽ മുദാവിമ അലാ ഹാദിഹി ബിൽ ഇദ്നിൽ ഖാസ് മിൻ അഹ്ലിഹി. അതിന്റെ ശൈഖന്മാരെ കയ്യിൽ നിന്ന് സമ്മതം വാങ്ങി ഈ അമൽ ചെയ്താൽ യുഫ്തഹു അലൈഹി ലാ മഹാല, നിസ്സംശയം അവൻ അല്ലാഹു തആല ഫത്ഹുൽ ആരിഫീൻ കൊടുക്കും. ഫത്ഹുൽ ആരിഫീൻ കൊടുക്കും. അവന് ഫത്ഹ് കിട്ടും. മലയാളോ അവൻ അല്ലാഹു തആല വാതിൽ തുറന്നു കൊടുക്കും. അല്ലാഹു തുറന്നു കൊടുക്കും. അവന് സിർറും അസ്റാറും ഒക്കെ അല്ലാഹു ഹാദൽ മക്തൂബ് ഫീ ഹാദൽ കിതാബി വമാ ഇൻദി മിനൽ അസ്റാരി വഹസ്ബി ഹസ്ബുക. നിനക്കും എനിക്കും ഇത് മതി. ഇത് എൻ്റെ കയ്യിലുള്ള രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ്. ആരെ പറയുന്നത്? ബ്രഹ്മസ്. ഇതേ ബെയ്ത്ത് ഇതേ ഇബ്രാഹിം നേരമ്പളത്താൽ ഈ ബെയ്ത്ത് ഇതിൻ്റെ സൂഫി പ്രണയ ഗീതം കേൾക്കുന്ന ആളുകളുണ്ട്, കാവ്യം കേൾക്കുന്ന ആളുകളുണ്ട്. അവർ ഇബ്രാഹിം കൗലഹി തങ്ങളുടെ കിതാബാണ് കേൾക്കുന്നത്. അവർ ഈ 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട മഹാനാണ്. അല്ലാന്ന് പറഞ്ഞ ഒരാളില്ല. എല്ലാവർക്കും സർവസമ്മതനാണ് ഇബ്രാഹിം നിയാസ് കൗലഹി റളിയല്ലാഹു അൻഹു. എല്ലാവരും ആ മനുഷ്യന്റെ നാവിന്റെ മേലെ ഒരു വാക്ക് പറഞ്ഞ ഒരാൾ 20-ാം നൂറ്റാണ്ടിലില്ല. ഇല്ല, ചരിത്രത്തിലില്ല. പഠിക്കാതെ പറയരുത്. പറഞ്ഞാൽ ദുനിയാവാഹം നഷ്ടപ്പെടും. അതിന് മെനക്കെടരുത്. ശ്രദ്ധിക്കണം. ഇനി അത് കേട്ടിട്ട് വന്നിട്ട് തിജാനി തൊലിക്കത് ഭയത്തിലാലും കാര്യമില്ല. പണിയെടുക്കണം. പഠിച്ചവനെ പഠിക്കണം. ശരിയായിട്ട് മസോലാകണം. അള്ളാനെ മേൽ പണിയെടുക്കണം. അള്ളാഹിന്റെ സമം പണിയെടുക്കണം. വേറെ ഒന്നിനെ മുഴുവൻ ഒഴിവാക്കണം. അള്ളാഹുവിനെ നീ സൂക്ഷിക്കൽപ്പെട്ടതും അള്ളാഹുവിന് മേൽ ഇഷ്ടിഗാൽപ്പെട്ടതുമാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ ഫഇന്നഹാ മഅ്മൂറത്തുൻ മിനല്ലാഹി തബാറക വതആല. അള്ളാഹ് കൽപ്പിച്ചതാണ് സ്വലാത്ത്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ചിന്തിക്ക്. സ്വലാത്ത് കൽപ്പിച്ചതാണ്. അതിൽ ഏറ്റവും നല്ല സ്വലാത്ത് ഇന്നതാണ് എന്ന് അതിൻ്റെ രഹസ്യം അറിയുന്ന ആൾ പറഞ്ഞു. അതാണ് തിജാനിയത്ത്. ഗൾഫൊക്കെ പോയാൽ പൈസ ഉണ്ടാവുന്ന ഒരു പൊതുവെ ഒരാളെ കയ്യിലുണ്ട്. പിന്നെ പറഞ്ഞു എന്നോടത്ത് പോയിക്കോ, അവിടെ പോണ്ട. മറ്റൊരു വിസ അങ്ങനെ അങ്ങോട്ടുണ്ട്, അവിടെ പോണ്ട. അത് മര്യാദക്ക് അറബി ശമ്പളം കൊടുക്കാത്ത ഏരിയയാണ്. ഇവിടെ പോയിക്കോ.
ഇവിടെ അത്യാവശ്യം ശമ്പളമുണ്ട്, ശമ്പളം മാസത്തിൽ കിട്ടുകയും ചെയ്യും. ഇതന്നെയാണ് ഇപ്പോൾ മശൈഖന്മാർ പറഞ്ഞു തരിക. സ്വലാത്ത് അള്ളാഹു തആല പറഞ്ഞതാണ്. അതിൽ ഇന്നതാണ് നല്ലത് മശൈഖന്മാർ പറഞ്ഞു തരും. അത് അള്ളാഹും അവരും തമ്മിലുള്ള ബന്ധമാണ്. അത് മുസ്തഫ നബിക്ക് പറഞ്ഞു കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖിയാമത്ത് നാൾ വരെ അവസാനിക്കുകയില്ല. ഫഇന്നൽ മുദാവിമ അലാ ഹാദിഹി, ഈ ഒരു കാര്യം ഒരാൾ പ്രാവർത്തികമാക്കിയാൽ ബിൽ ഇദ്നിൽ ഖാസി മിൻ അഹ്ലിഹി, തിജാനി മശായിഖന്മാരിൽ നിന്ന് സമ്മതം വാങ്ങി ഒരാൾ നിത്യമായി ഇത് പുലർത്താൻ തയ്യാറായാൽ യുഫ്തഹു അലൈഹി, അവന് ഫതഹ് ലഭിക്കും. ലാ മഹാല, സംശയിക്കണ്ട. മനസ്സിലായില്ലേ? ഉറങ്ങുന്നതിന് മുമ്പ് ആദ്യം തിജാനിയാവുക, എന്നിട്ട് തിജാനി ഔറാദുകൾ കൃത്യമായി കൊണ്ടെടുക്കുക. ഇതൊക്കെ തിജാനി ഔറാദുകൾ: വിർദു സുബാഹി 10-15 മിനിറ്റ്, വിർദുൽ മസായി 15 മിനിറ്റ്, അസംസ്കാരം കഴിഞ്ഞിട്ട്, സുബസ്കാരം കഴിഞ്ഞിട്ട്. ഇനി ഒരാൾ അസംസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾക്ക് നേരം കിട്ടിയില്ല, ജോലിയാണ്, എന്നാൽ മഗ്‌രിബിനേഷം ചെയ്തോ അല്ലെങ്കിൽ ഇശാനേഷം ചെയ്തോ, നേരം വൈകി ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. സുബഹി വരെ സമയമുണ്ട് വിർദിന്. സുബഹിന്റെ വളീഫ വിർദ് ഒരാൾ ചെയ്യാൻ കഴിയില്ല, സുബഹി നിസ്കരിച്ചോ മീനിന് പോകണം, തിരക്കാണ്, അല്ലെങ്കിൽ ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ വണ്ടി എടുത്ത് പോകണം, കുഴപ്പമില്ല. ജനക്ക് മഗ്‌രിബിന് മുമ്പ് എപ്പോഴെങ്കിലും ചെയ്തതാണ്. പിന്നെ 24 മണിക്കൂറിനുള്ളിൽ വളീഫയും ചെയ്താൽ അതന്നെയാണ്. വളീഫൊക്കെ 20-25 മിനിറ്റ് ഏറെ വന്നാൽ അതാ തിജാനിയാവുക. അത് പിന്നെ നിസ്കരിക്കാൻ നോമ്പുൽക്കുക, ശരിയാത്തനുസരിച്ച് ജീവിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിനക്ക് മഅരിഫത്ത് തുറന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതതിന്റെ അഹ്ലുകാരായ മശായിഖന്മാരും സമ്മതം വാങ്ങണം. ഈ സമ്മതം വാങ്ങിയതിന് ശേഷം നീ എന്ത് ചെയ്യണം? സമ്മതം വാങ്ങുക. ദിവസം 1500 സ്വലാത്തുൽ ഫാത്തിഹ എല്ലാം തീരുമാനിക്കുക. എന്തിന്? ഫതഹ് കിട്ടണം, അല്ലാഹ് തുറന്നു കിട്ടണം. അല്ലാഹ് തുറന്ന് നിന്നെ കയറ്റി തരണം. പിന്നെ ചിത്തോടെ പേടിക്കണ്ട, നിനക്ക് ദുനിയാവുണ്ട് ആഖിറവുണ്ട്. هذه من الأسرار هو ما عندي من الأسرار. എൻ്റെ കയ്യിലുള്ള രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഹസ്ബി, എനിക്കിത് മതിയാവും, വഹസ്ബുക, നിനക്കും ഇത് മതിയാവും. അതേ സമയത്ത് നേരം വെളുത്ത പണിക്കോ നേരം പോകും, അങ്ങനെയൊക്കെ ആണെങ്കിലും നടക്കൂല. നേരം വെക്കുമ്പോൾ പണിക്കോ നേരം പോകും, അപ്പോൾ നമുക്ക് നടക്കും. അങ്ങനെ നടക്കൂല, കുഴപ്പമില്ല, ഫതഹ് കിട്ടൂല. അങ്ങനെയാണല്ലോ. പെണ്ണ് കെട്ടണമെന്ന് പൂതിയുണ്ട്, അറബ് നാട്ടിൽ കിട്ടൂല, പിന്നെ കേരളത്തിൽ നാട്ടിൽ വരണം. അങ്ങനെയാണെങ്കിൽ പൊരിഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ കഫീലെ ഏൽപ്പിച്ചതാണ്. അവർ രാവും പകലും തിരക്കുവാണ്. കഫീലിന് പിന്നെ എൻ്റെ അത് വിശ്വാസമല്ല, അപ്പോൾ കച്ചവടമാണ്. അപ്പോൾ അവൻ്റെ കെട്ടൽ നിങ്ങളും മനസ്സിലായില്ല. പിന്നെ കൂറ് കൂട്ടി സൂപ്പർ മാർക്കറ്റിൽ കഫീൽ 10% നിനക്കും 90% എനിക്കും ശമ്പളം തരാം. ഓ, അപ്പോൾ ശമ്പളമായി, കമ്മീഷനായി, ലാഭം. പക്ഷെ എന്നെ നോക്കണം, നേരം വെളുത്താലും വൈകുന്നേരമായാലും സൂപ്പർ മാർക്കറ്റ് വന്നെ നോക്കണം. അപ്പം നാട്ടുകാർ 1-2 മാസത്തിന് വരണം, വന്നിട്ട് ഇവിടെ പെണ്ണ് തിരയണം, കണ്ടെത്തണം. മനസ്സിലായില്ലേ? ഇത് കുറേ പരി പോയിട്ട് കളർ വെള്ളം കുടിക്കണം. മനസ്സിലായി പറഞ്ഞത്? ഇതൊക്കെ നീയത്ത് ചെയ്യണം. എന്നിട്ട് ആ കളർ വെള്ളമൊക്കെ പള്ളിയിലാക്കണം. അത് വയറിളക്കി കളയാനുള്ള മരുന്ന് വേറെ വാങ്ങണം. അങ്ങനെയൊക്കെ ചെയ്യണം. എന്നിട്ടോ എന്ത് ചെയ്യണം? കുറച്ച് പൈസയൊക്കെ ചിലവാക്കണം. അപ്പം 2 മാസം സൂപ്പർ മാർക്കറ്റിൽ വന്ന് നിൽക്കണം. ചിലപ്പോൾ അപ്പോൾ കഫീന് ദേഷ്യം വരും ചെയ്യാം. ഓൻ എന്നെപ്പോലത്തെ നേരെ അടുത്ത അവറാനോട് പറയും, 10% നിരക്ക് തന്നിട്ടുണ്ട്, ഓനെ ഞാൻ ഒന്നും കൊടുക്കില്ല തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാകാം. പെണ്ണിട്ടിയ പോലെ എന്ത് പോയി? ജോലിയും പോയി, കമ്മീഷനും പോയി. പിന്നെ ഇജും പെണ്ണുങ്ങളും മാത്രമേ ഉള്ളൂ. ചിലപ്പം മുഖ്യമന്ത്രിൻ്റെ കിറ്റ് കിട്ടേണ്ടി വരും പിന്നെ ജീവിച്ചു പോകണമെങ്കിൽ. ആയിക്കോട്ടെ, എന്നാൽ പെണ്ണിട്ടി, എന്നാലും കിട്ടിയല്ലോ, പെണ്ണിട്ടിയല്ലോ, കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും. നിക്കാഹ് കേൾക്കുമ്പോഴൊക്കെ ആദ്യം കേൾക്കണം ആയത്തതാ. നീയക്കുന ഫുഖറ, നിക്കാഹ് കേൾക്കുന്ന ഒരു പെണ്ണുങ്ങളാണ്, പാവപ്പെട്ടവരാണെങ്കിലും അള്ളാഹു നിഅമത്ത് കൊടുക്കും. ആയിക്കോട്ടെ, അപ്പോൾ ആ ആയത്ത് മതി. നമുക്ക് ചാരണം കൊണ്ട് അങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാം. എന്തെങ്കിലുമൊക്കെ കിട്ടും, പേടിക്കണ്ട. പൈസ കുറച്ച് പറയും, എന്നാലും എങ്ങനെയും ജീവിച്ചു. എന്തും കിട്ടി, പെണ്ണും കിട്ടി, കുട്ടികൾ കിട്ടി. പിന്നെ ഈ കൂട്ടത്തിലെ കുട്ടികൾ വളർന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ പോയി ഇടും. പിന്നെ അവർ വലിയ 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 പെട്ടി പൈസ കൊണ്ട് കൊടുത്തേക്കും. മനസ്സിലായില്ല? അപ്പം നിനക്ക് ആളായി നടക്കാം. ഇപ്പം തന്നെ ആളായി നടക്കണമെങ്കിൽ, പൈസ ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലെ ജോലി ഒഴിവാക്കി പോരേണ്ടി വരും. 2 കൂടി നടക്കൂല. നേരം പോലത്തെ പണിക്കോ കണ്ട് ഉസ്താദേ നമുക്ക് നടക്കൂല. കുഴപ്പമില്ല, നടക്കൂല, ഫതഹ് കിട്ടൂല എന്നേ ഉള്ളൂ.
ലോകം എന്താണെന്നൊന്ന് തിരിയ എന്താണെന്ന് തിരിയ. ഇത് പറഞ്ഞു കേട്ടാൽ പോലെ അള്ളാഹു ഏകനാണ്. ഈ ലോകത്തൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. മുത്തനബി അള്ളാഹ് റസൂലാണ്. അത് അള്ളാഹു തല തുറന്നാൾ കാണിച്ചു കൊടുക്കും. അതാണ് ഫത്ത് കേട്ടൽ. മറ്റത് കേട്ടിയുമ്പോൾ കേൾക്കേണ്ടി വരും. മനസ്സിലായില്ല? തങ്ങൾ പാപ്പാൻ്റെ അവിടത്ത് വെച്ച സൽക്കാരത്തിന് വെച്ച നെയ്ച്ചോറ് നല്ല രസമുണ്ടായിരുന്നു. അങ്ങാടിന്ന് ഒരാൾ അപ്പൊ കേട്ടോന്ന് ചോദിച്ചു, തിന്നോ? ഇല്ല. എന്തേ? പിന്നെ എങ്ങനെ പറഞ്ഞു? തങ്ങൾ പാപ്പാന്റെ ഒപ്പം പോയോൻ പറഞ്ഞതാണ്. മനസ്സിലായില്ല? തങ്ങൾ പാപ്പാന്റെ കൂടെ പോയ ആൾ തിന്നിട്ട് ഇവനോട് പറഞ്ഞതാണ് ഇവൻ പറഞ്ഞത്. അതാണ് നമ്മൾ ഇന്നത്തെ വയറിൽ. തിരിഞ്ഞില്ല, തിന്നിട്ടില്ല, പുറത്തു പറയണ്ട. നമ്മളങ്ങനെ അള്ളാഹു ഏകനാണ്, മറ്റതാണ്, മറിച്ചതാണെന്നൊക്കെ പറയും. നമ്മക്ക് ബോധമില്ല. നമ്മളങ്ങനെ തങ്ങൾ പാപ്പാന്റെ പറയൂട്ടി തങ്ങൾ പാപ്പാന്റെ ഒപ്പം പോയ ഒരു തിന്ന വർത്താനം പറഞ്ഞു. എന്ത് നെയ്ച്ചോറ് രസം ഉണ്ടായിരുന്നു? അപ്പം പോലും പറഞ്ഞു അങ്ങാടിന്ന് മോലാൻ്റെ അടുത്ത് നെയ്ച്ചോറ് നല്ല രസം ഉണ്ടായിരുന്നു. ഇച്ചിരുന്നോ? ഞാൻ തിന്നിട്ടില്ല. തങ്ങളാപ്പാൻ്റെ ഒപ്പം പോയി പറഞ്ഞു. അങ്ങനെയൊക്കെ നമ്മളെ ഇന്നത്തെ വയലിൽ 99.3 എന്നല്ല 100% എന്ന് പറയുന്ന വയലുകളും തങ്ങൾ പാപ്പാൻ്റെ ഒപ്പം പോയവർ പറഞ്ഞ് കേട്ട നെയ്ച്ചോറിൻ്റെ കഥ മാത്രമാണ്. എന്നാൽ അള്ളാഹിൻ്റെ മഹത്തുക്കളുടെ വയൽ അങ്ങനെയല്ല. അവർ ആരിഫീങ്ങളാണ്. പേര് ആരിഫ് എന്ന് വെച്ചുകൊണ്ട് കാര്യമല്ല. എൻ്റെ നാട്ടിൽ ആരിഫ് ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നൊരു സ്ഥാപനമുണ്ട്. അതുകൊണ്ട് ആരിഫാവില്ല. മനസ്സിലായില്ലേ? ആരിഫ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ടാവും, കുഴപ്പമില്ല. ആരിഫാവില്ല. ആരിഫ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രഹസ്യം അള്ളാഹ് ശരിക്കും കാണിച്ചു കൊടുത്തു. ആരിഫീങ്ങളും സാദാത്യങ്ങളും ആരിഫീങ്ങളും പങ്കെടുക്കുന്നു എന്ന് നോട്ടീസിൽ എഴുതി പറ്റി വെച്ചുവിടാ. അതുകൊണ്ട് അവിടെ ആരിഫ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതൊക്കെ അവിടെ കിട്ടാവുന്ന മാർഗങ്ങൾ എങ്ങനെ പൈസ കളക്ട് ചെയ്യും എന്ന വിഷയത്തിൽ കമ്മിറ്റിക്കാർ എന്തും കൂടി എഴുതി ആരിഫീങ്ങളും പങ്കെടുക്കുന്നു പറഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ വന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാലോ. അത്രയേ ഉള്ളൂ. നോട്ടീസിൽ ആരിഫ് എന്ന് എഴുതിയതുകൊണ്ട് ഒന്നും കാര്യമല്ല. അല്ലാഹ് മാരിഫത്ത് കൊടുക്കണം. തുറന്നു കൊടുക്കും. പിന്നെ ഈ ലോകം മുഴുവനും പറഞ്ഞു അല്ലല്ല എന്ന് പറഞ്ഞാലും ഓനെ അറിയില്ല. അല്ലാഹ് കണ്ടതാണ്. അല്ലാഹുണ്ട് എന്ന് അവൻ കണ്ടു. അതെങ്ങനെ എനിക്കറിയില്ല. അല്ലാഹ് തുറന്നു കൊടുക്കും. അതിമൽദായിമായാൽ എന്ന് ഒരു ദിവസം അല്ലാഹ് കൊടുക്കും. അല്ലാഹ് തുറന്നു കൊടുക്കും. മനസ്സിലായില്ലേ? ഇത് ഇബ്രാഹിം നിയാസ് കൗലഖി തങ്ങൾ എഴുതിയത്. പക്ഷെ എന്ത് വേണം? നീ ആരെ പിടിക്കണം? അല്ലാഹുവിനെ പിടിക്കണം. അതല്ലാത്തതും മുഴുവനും നീ ഒഴിവാക്കണം. കൂടുതൽ ചെല്ലണം എന്നാ നീ പേടിക്കണ്ട എന്ന് അല്ലാഹു തആല وارفع شكايتي إليك وحالي ما ترى العبد سودا إن شاء الله. باقي ബുധനാഴ്ച ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കണം. ചിന്തിക്കണം, പറഞ്ഞതൊക്കെ മനസ്സിലാക്കണം, ചിന്തിക്കണം. അല്ലാഹു തആല അല്ലാഹുക്ക് പൊരുത്തപ്പെട്ടവരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. ചിന്തിക്കണം. ഈ ബെയ്ത്തുകളിൽ വ്യാഖ്യാനങ്ങളൊക്കെ എല്ലാം കേൾക്കണം. 3000 ചില്ലാനും ബെയ്ത്തുകളാണ് ഉള്ളത്. 20-ാം നൂറ്റാണ്ടിൽ മഫ്തൂഹായ ആളാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഫൈലാന് തുറന്നു കിട്ടിയ മഹാനാണ് ഇബ്രാഹിം നിയാസ് കൗലഖി റളിയല്ലാഹു അൻഹു. തിജാനിയ മാർഗത്തിലെ ഏറ്റവും വലിയ മഫ്തൂഹായ ആളും 20-ാം നൂറ്റാണ്ടിൽ ഇബ്രാഹിം നിയാസ് കൗലഖിയാണ് റളിയല്ലാഹു അൻഹു. ഞങ്ങളോട് പറഞ്ഞില്ലേ, ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഇശാ നിസ്കരിച്ച കാലം കൊണ്ട് ഉളുകൊണ്ട് സുബഹിസ്കരിച്ചു എന്നതാണ് ഖാദിരിയത്തിൻ്റെ മാത്രമെങ്കിൽ ഇന്നും ആ പണിയുള്ള ആളുകളുടെ മാർഗമാണ് എന്ത്? തിജാനിയത്ത്. തിജാനിയത്തിൽ അതൊരു ഫഖറേ അല്ല. എന്തുകൊണ്ട്? അതിലുള്ള ആളുകൾ പള്ള നിറച്ചാണ് തിജാനിയത്തിൽ. ഇന്നുണ്ട്, ഇന്നലെ ഉണ്ട്. ഒരു ചരിത്രം നമ്മളെ മുന്നിലുണ്ട്.
സുജൂദിൽ മരിച്ച ആളുകൾ എത്രയാണ്? എത്ര ആളുകൾ സുജൂദിലാണ് മരിച്ചത്? എത്രയോ ആളുകൾ സുജൂദിൽ മരിച്ചതാണ്. ജാനി മശായിഖന്മാരിൽ അനവധി ആളുകൾ സുജൂദിലാണ് മരിച്ചത്. ഈ 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒക്കെ, 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒക്കെ സുജൂദിൽ മരിച്ചവരെത്ര? ഇശാ നിസ്കരിച്ച ഒന്നു കൊണ്ട് സുബഹി നിസ്കരിച്ചവരെത്ര? അങ്ങനെ എത്ര കൊല്ലം. അപ്പോൾ ഉറങ്ങണ്ടേന്ന്? അവർക്ക് ഉറങ്ങണ്ട. അവർ കൈലുലത്തിൽ കുറച്ചു നേരം കിടക്കും. കുറച്ചു നേരം കഴിഞ്ഞു. എന്ത്? 1 സെക്കൻഡ് ഉറങ്ങാതെയും അള്ളാഹു അറൂസിനെ പോലെ കൊണ്ടുനടക്കും, പുതിയപ്പളെ പോലെ കൊണ്ടുനടക്കും. അതിൻ്റെ അള്ളാഹുവിന്റെ തൗഫീഖാണത്. അടിമക്ക് ഉറങ്ങേണ്ട ആവശ്യമില്ല, ഉറങ്ങേണ്ട ആവശ്യമില്ല. കാരണം അവർ മുസ്തഫ റസൂലുള്ളാഹിന്റെ ഉസ്രത്താണ്. അള്ളാഹിന്റെ റബീബിലേക്കുള്ള പാശ അവരുടെ കയ്യിലുണ്ട്. അള്ളാഹിന്റെ റസൂലോ ഉറങ്ങുമോ? ഉറങ്ങിയാലോ ഒരു മനുഷ്യന്റെ കണ്ണടച്ചു, കൽബുറങ്ങിയിട്ടില്ലെങ്കിലോ അത് ഉറക്കണോ? ഒരാളെ കണ്ണടച്ചു, കൽബുറങ്ങിയിട്ടില്ലെങ്കിൽ ഉറക്കാണോ? എന്റെ ചോദ്യം. അപ്പൊ റസൂലുള്ളാഹിക്ക് ഉറങ്ങണം. ഇന്ന ലഹു ഖൽബൻ ഇദാ നഅമത്തിൽ ഐനാനി ലം യനമി. സുന്നികൾ പറയും, വഹാബിയല്ല, സുന്നി പറയും. ചെല്ലി ബുർദിയും ചെല്ലി പോന്നിട്ട് അതിന്റെ ശേഷമുള്ള നെയ്ച്ചോറും പിന്നെ പോത്തിറച്ചി തിന്നാ പോരല്ലോ. അതിന്റെ മേനെന്ന് വെച്ചോ, ബുർദല്ലേ അത് കഴിഞ്ഞിട്ടില്ല, കൈമടക്കും വാങ്ങി അത് കഴിഞ്ഞിട്ട് നെയ്ച്ചോറും പോത്തിറച്ചിയും തിന്നുകയും ചെയ്തു. ഇതിന്റെ മേനച്ചോക്ക. ഇന്നലഹു കൽബൻ, റസൂലുള്ളാഹിക്ക് ഒരു കൽബുണ്ട്. ഇതാ നാമത്തിൽ ഐനാനി, 2 കണ്ണുകൾ ഉറങ്ങിയാലും ലം യനമി, ആ കൽബ് ഉറങ്ങൂല. കൽബ് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഉറക്കവും. ഇത് തെറ്റാണെങ്കിൽ പിന്നെ എന്തിനാ ബുർദ ഓതി മുണുങ്ങി? ഇത് തെറ്റാണെങ്കിൽ പിന്നെ ബുർദ ഓതി മുണുങ്ങൽ നിനക്ക് ഹറാമല്ലേ? നാട്ടുകാരെ അവിടുന്ന് ബുർദ ചെല്ലിയിട്ട് മുണുങ്ങിക്കണല്ലോ കുറേ. ബുർദയിൽപ്പെട്ട വരിക ഇന്നലഹു, എന്താണ് നോക്കിയിരിക്കുക? പറഞ്ഞ് മനസ്സിലായില്ല. ഇന്നലഹു കൽബൻ, റസൂലുള്ളാഹിക്ക് ഒരു കൽബുണ്ട്. ഇതാ നാമത്തിൽ ഐനാനി. അറിയടോ അർത്ഥം? ഉംറ വിസക്ക് പോയവർക്ക് ഒരു അർത്ഥം അറിയില്ല ഇതിൻ്റെയൊക്കെ. പറയടോ ഇന്നലഹു കൽബൻ, റസൂലുള്ളാഹിക്ക് ഒരു തീർച്ചയായും ഇതൊക്കെ ഈ ബെയ്ത്ത് ചെല്ലിയിട്ടല്ലടോ പഴയ കാലത്ത് വയലും അറിയാം. ഇപ്പത്തെ വയലിൽ നിന്ന് അള്ളാഹു തആല ബുർദനെ രക്ഷപ്പെടുത്തിയതാണ്. കാരണം ഇപ്പത്തെ വയലിൽ ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ്, അമേരിക്ക ആഫ്രിക്കയാണ് ഇപ്പത്തെ വയലിൽ. അപ്പൊ അള്ളാഹു തആല ബുർദ എല്ലാം എടുത്തുവെച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പത്തെ കാലുകൾ മോശമായതുകൊണ്ട്? അല്ല, അള്ളാഹു തആല ബുർദ നന്നാക്കി രക്ഷപ്പെടുത്തിയതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ബുർദയിലാണ് പിന്നെ ഈ ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഈ അമേരിക്കയും ബ്രിട്ടനും പറയാം. സ്വാലീയങ്ങളായ മുഅ്മിനീങ്ങളുടെ കാലത്ത്, ഇന്ത്യ കുട്ടിക്കാലത്ത് ബുർദ ചൊല്ലി തീർക്കാതെ വെള്ളം അറിയില്ല. മനസ്സിലായില്ലേ? ആ ബുർദ ചൊല്ലിയിട്ടാണ് വെള്ളമൊക്കെ പറഞ്ഞ് ആ വയല് പറഞ്ഞിട്ടാണ് പള്ളി ഉണ്ടാക്കിയത്. ഈ ബുർദ കളവാണെങ്കിൽ ആ പള്ളിയിലെ നിസ്കരിക്കാം. പറഞ്ഞ മനസ്സിലായോ? ഇത് പറയും മറുപടി അറിയും. സുഞ്ഞാളെ വലിയ റാന്തല് താടി വെച്ചൊരു കാര്യമല്ലല്ലോ. ഇതിന്റെ മറുപടി അറിയും. ബുർദയില് ബുർദ വേറുള്ളത് പോലെ അല്ലല്ലോ. ബുർദ ചെല്ലിയിട്ടല്ലടോ ഇവിടെ വയൽ പറഞ്ഞത്. ആ വയലിന്റെ തുടക്കം ഷർത്തായിരുന്നു മൂല്യന്മാർക്ക്. ഞാൻ വയൽ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ബുർദ പൂർത്തിയാക്കി ചൊല്ലണം. എന്നിട്ടാണ് അവർ വയൽ പറഞ്ഞത്. ആ വയലിനെ പിരിപ്പിച്ച് അങ്ങനെ മദ്രസ ഉണ്ടാക്കി, അങ്ങനെ പള്ളി ഉണ്ടാക്കി. ഈ ബുർദ തെറ്റാണെങ്കിൽ ആ മദ്രസയിൽ പഠിക്കൽ ഹറാമല്ലേ? റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയല്ലേ? തെറ്റാന്ന് പറയാൻ സുന്നിയക്ക് പറ്റുമോ? പറയടോ. സമസ്തക്ക് പറ്റോ? സംസ്ഥാനക്ക് പറ്റോ? ആർക്ക് പറ്റും? വഹാബി എന്താ പറഞ്ഞോ? സുന്നിക്ക് പറ്റുമോ? ബുർദ തെറ്റാണെന്ന് പറയാൻ സുന്നിക്ക് പറ്റൂലടോ. എന്തുകൊണ്ട്? പള്ളിയായ പള്ളി മുഴുവനും വഹാബികൾ പൈസ തരുന്നതിന് മുമ്പ് ഇപ്പത്തെ പള്ളികളൊക്കെ സുന്നിയാളെ പള്ളികൾ വഹാബികളെ പൈസയാണ്. വേറെ വർത്താനം പിന്നെ പറയാം. ഇപ്പോഴത്തെ സുന്നി പള്ളി വഹാബിന്റെ പൈസയാണ്. നമുക്ക് വേറെ വയൽ പറയണം. അതിലിഞ്ഞ് എങ്ങനെ നിസ്കാരം എന്നുള്ളത് പിന്നെ ആലോചിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് നമ്മളെ കേരളത്തിലെ 90% പള്ളിയും വഹാബികളെ പൈസയാണ്. അതിൻ്റെ മുമ്പ് എന്താണ്? ബുർദ എല്ലി ഉണ്ടാക്കിയതാണ്. ബുർദ ചെല്ലിയിട്ട് വയലു പറയും. നിങ്ങൾക്ക് ഇന്നെ കണ്ണ് കൊക്കി പേടിപ്പിച്ചൊരു കാര്യമല്ല. നിങ്ങൾ നേതാക്കന്മാർ കാട്ടിക്കൂട്ടിയാണ് അതൊക്കെ. ഇത് തെറ്റാണെങ്കിൽ നമ്മളെങ്ങനെ ആ പള്ളി നിസ്കരിക്കാം? കാട്ടണ തെറ്റല്ല, പറയണ തെറ്റാ. എന്തേ?
വഹാബികളെ പയ്യുന്ന പൈസ വാങ്ങി പള്ളിയാറ്റ. അപ്പള്ളിയിൽ എങ്ങനെ അങ്ങന്മാർ വഹാബിനെ കുറ്റം പറയാം? ഏറ്റവും ചുരുങ്ങിയ അബ്ദുൽ മുത്തലിബിന്റെ ബോധമെങ്കിലും വേണ്ടേ? അല്ല, ഇന്ന് കേരളത്തിലുള്ള സുന്നി പള്ളികളടക്കം 90% പള്ളികളും വഹാബികളുടെ പൈസകളാണ്. അതിനു മുമ്പ് ഉലമാക്കൾ ബുർദ ചൊല്ലി തീർത്ത് വഅദ് പറഞ്ഞ് ഉണ്ടാക്കിയതുമാണ്. ചില മൂല്യന്മാരുടെ പേരെന്നെ ചിറ്റുമുറിയമായിരുന്നു. മനസ്സിലായില്ലേ? കാതിലിരുന്നതാണ് എന്ത് ചിറ്റ് വേദാണ് പറഞ്ഞിട്ട് ചിറ്റൻ വിട്ടു. ഈ വേദന മുമ്പ് എന്ത് ചെയ്യും? ബുർദയിലും ആ ബുർദന്റെ ഒരു ബർക്കത്ത് ആ വേദനുണ്ടാവും. കെട്ടനൊക്കെ കരിയും, ഒരു കയ്യിലുള്ള കൊടുക്കും. അങ്ങനെ പള്ളി ഉണ്ടാക്കി മതി. സത്യല്ലേ? ആണോ? അല്ലേ? നമ്മളിൽ പങ്കെടുത്തല്ലേ? അതിൽപ്പെട്ടൊരു വരിയാണ് എന്ത്? ഇന്നലോ ഖൽബൻ ഇദാ അനാമത്തിൽ ഐനാനി ലം യനമി. ഇന്നലഹു ഖൽബൻ, ഇന്നലഹു ഖൽബൻ, അവനൊരു കൽബുണ്ട്. മുത്തനബിക്കൊരു കൽബുണ്ട്. ഇദാ അനാമത്തിൽ ഐനാനി, 2 കണ്ണുകൾ ഉറങ്ങിയാലും ലം യനമി, ആ കൽബ് ഉറങ്ങൂല. അപ്പൊ കൽബുറങ്ങാത്ത, ജീവിതത്തിൽ കൽബുറങ്ങാത്ത ആളുടെ ദീനാണിത്. അതിൽ 40 കൊല്ലം ഉറങ്ങാത്തവരുണ്ടാണെങ്കിൽ 60 കൊല്ലം 40 കൊല്ലം ഉറങ്ങാത്തവരുണ്ടാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുള്ളത്? അതാകണം. അതായി എന്ന് പറഞ്ഞ് പോട്ടെടുത്താ പോരാ. അതാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ഒട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങേണ്ടി വരില്ല. നമ്മൾ ഒട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഹാഫിളുൽ തിജാനി തങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹാഫിളുൽ തിജാനി തങ്ങൾ 1978 മറ്റോ മരിക്കണം. അവരാണ് 40 കൊല്ലത്തിലേറെയും ഇശാ നിസ്കരിച്ച് ഒന്നു കൊണ്ട് സുബ്ഹ് നിസ്കരിച്ച മഹാനാണ് ഹാഫിളുൽ തിജാനി റളിയല്ലാഹു അൻഹു. അങ്ങനെ എത്ര അപ്പോൾ നല്ലവേറും തോളുതോരുവാലെ 40 സുബ്ഹ് തോളുതോറ്. അവിടെ അത് ശൈഖിന്റെ അമലാണെങ്കിൽ തിജാനിയത്തിൽ അത് സാധാരണക്കാരായ ശൈഖന്മാരുടെ അമലാണ്. മക്കളുള്ള ആളുകൾ ഇന്നോ ജീവിച്ച്, അതാണ് തിജാനിയത്ത്. ആരും തൊട്ട് കളിക്കാൻ നിൽക്കണ്ട. തിജാനി എന്ന് പറഞ്ഞ് അമലും വാങ്ങിപ്പോയിട്ട് നാട്ടിൽ പോയി കുതിര വിട്ടാൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കും വേണ്ട. അക്കുരുത്തക്കെടും വേണ്ട. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. പണിയെടുത്തോ, യുഫ്തഹു അലൈക്, നിനക്ക് ഫതഹ് ലഭിക്കും. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ രഹസ്യം എന്താണ്? ഇബ്രാഹിം യാസിൽ കൗലഖി തങ്ങൾ പറഞ്ഞ രഹസ്യം എന്താ? ഐഷാ നിസ്കരിച്ചിട്ട് 500 സ്വലാത്തുൽ ഫാത്തിഹ, പിന്നെ സുബഹിന്റെ മുമ്പ് സുഹൂറിന്റെ സമയത്ത് അത്താഴ നേരത്ത്, മനസ്സിലായില്ലേ? എണീറ്റിട്ട് 500 സ്വലാത്തുൽ ഫാത്തിഹ, പിന്നെ സുബഹിന്റെ വിർദ് കഴിഞ്ഞിട്ട് സുബഹിന്റെ വിർദ് നിസ്കരിക്കാം. വിർദില്ല, 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല. ഫഇന്നൽ മുദാവിമ അലൈഹാ ബിൽ ഇദ്നിൽ ഖാസി മിൻ അഹ്ലി, അതിന്റെ അഹ്ലിൽ നിന്ന് സമ്മതം വാങ്ങിയത് ചെയ്യാൻ ഒരാൾ തയ്യാറായാൽ യുഫ്തഹു അലൈഹി, അവന് ഫുതുഹുൽ ആരിഫീൻ, അവൻ ആരിഫായിട്ട് തീർന്നിരിക്കും. അവൻ ആരിഫനായിരിക്കും. അവന്റെ നാവുന്ന് ഹിക്മത്ത് വരും. അവന് പിന്നെ ബുക്കോക്കണ്ട, അള്ളാഹനെ തിരിയാൻ. മനസ്സിലായില്ലേ? അവന് പുസ്തകം തുറന്നു നോക്കണ്ട, അള്ളാഹനെ തിരിയാൻ. അവനെ എവിടെ അള്ളാന്റെ അടയാളം നോക്കും. അവൻ എവിടെ നോക്കിയാലും അള്ളാന്റെ അടയാളം. ചില കാര്യങ്ങളുണ്ടല്ലോ, ചില കർഷകർക്ക് ഭൂമി ഇട്ടിട്ട് കാര്യമില്ല, കർഷകനാകണം. കർഷകന് കൃഷിയോടും മണ്ണിനോടും ബന്ധമുണ്ടെങ്കിൽ അവൻ ഭൂമി വെറുതെ ഇടൂല. ചിലപ്പോൾ നെല്ല് വതക്കും, നെല്ലല്ലെങ്കിൽ നെല്ല് കഴിഞ്ഞു വെള്ളു വതക്കും, ഇല്ലെങ്കിലോ പയറിടും, എന്തെങ്കിലും ചെയ്യും. അവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലാണ് ഭൂമി. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? കളിമണ്ണ് കൊണ്ട് ഒരാൾക്ക് പറവുണ്ടാക്കാം, മനസ്സിലാക്കിയ അതുണ്ടാക്കുക, ഇതുണ്ടാക്കുക, പലതും ഉണ്ടാക്കുക. നല്ല കുഴഞ്ഞ കളിമണ്ണുണ്ട്. ഇതുപോലെ കർഷകന് ഭൂമിയാവും. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കയ്യിൽ മഅരിഫത്ത്. അവർക്കത് അങ്ങനെയാണ്. അവർക്ക് അള്ളാഹു എന്താ വിചാരിച്ച ഒക്കെ നടത്തി കൊടുക്കും. ചരിത്രത്തിൽ അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് അള്ളാഹുവിന്റെ പത്രം കൊടുത്താൽ പിന്നെ നടക്കാത്ത കാര്യമൊന്നുമില്ല. ഷെയ്ഖിന്റെ മുന്നിൽ ചോറും കറിയും കൊണ്ടു വെച്ചു.
അപ്പോ ഒന്നുമില്ല, ചെറിയ ചെറുക്കന്ന്. അപ്പൊ തമാശ ചോദിച്ച്, അല്ലെങ്കിൽ മീൻ വരെ ഇവിടെ കിട്ടാല്ലേ? മീനില്ല, വെള്ളല്ലേ? അപ്പോ കേട്ടിക്കണ ഒരു കുസൃതിക്കാരൻ ചോദിച്ചു, വെള്ളമുള്ളടത്തൊക്കെ മീൻ ഉണ്ടാവും ചോദിച്ചു. ഉണ്ടാവുന്നു. അപ്പൊ തേങ്ങൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടല്ലോ, അതിൽ മീൻ ഉണ്ടാവും ചോദിച്ചു. മീൻ ഉണ്ടാവുന്നു. തേങ്ങ എടുത്ത് ഉടച്ചോക്ക്, അതിൽ മീൻ ഉണ്ടാവുന്ന. തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു. തേങ്ങ കൊണ്ടുവന്നു, ഉടച്ചു. ഉള്ളിലുണ്ട് മീൻ കൂട്ടി പെരല് അങ്ങോട്ട് കൊണ്ട് കളിക്കുക. എന്തിന്? തേങ്ങനുള്ളിൽ. അതുകൊണ്ട് അതാരാ? മഫ്തു അലിയ. ഓലോടെ ഒരു വാക്ക് പറയാൻ പറ്റില്ല. എന്തു നടക്കും? ഉമർ ഖലീമ സമർപ്പിച്ചു. ഇതൊക്കെ ചരിത്രമാണ്. നീ ഖുർആനിൽ ആയത്ത് കാണിച്ചാൽ നടക്കൂല. ഇതൊക്കെ ചരിത്രമാണ് ഈ പറയണൊക്കെ. എനിക്ക് എൻ്റെ മുൻഗാമീന്ന് കിട്ടിയതാണ്, അവർക്ക് അവരെ മുൻഗാമീന്ന് കിട്ടിയതും ഇത് കണ്ടൽ വെച്ച് കിട്ടിയതായിരിക്കും. അതൊന്നും അവർക്ക് നടക്കാത്ത കാര്യമല്ല എന്നർത്ഥം. രേഖകളും ഉണ്ടാവും ഇതിനൊക്കെ. മാസോർപ്പിച്ചപ്പോൾ ചില ആളുകൾക്ക് ഡൗട്ടായി. എന്ത് മാസം കണ്ടില്ല, കാണാതെ ആരോ വന്ന് പറഞ്ഞത് കതിർ ബാബ ഓർപ്പിച്ചാണ്. അപ്പോൾ ഈശയും കഴിഞ്ഞ് നാടക കിംവദന്തിയായി. ചില സ്ഥലത്ത് നിന്ന് തക്ബീർ ചെല്ലണം, ചില സ്ഥലത്ത് ഡൗട്ട്. ആലോചിച്ച് വന്ന് കതിർ ബാബനോട് പറഞ്ഞു, അങ്ങനെ എന്നെ കാണാതെ ഉറപ്പിച്ചെന്നൊക്കെ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ച്, കണ്ടാ സ്വീകരിക്കും ചോദിച്ചു. ആ കണ്ടാ സ്വീകരിക്കണം. ആ പോയി കടപ്പുറത്ത് കൊണ്ടേ നോക്കുക. മാസം നിൽക്കുന്നുണ്ട്. നീ തെക്കുവരയിൽ കൂടെ ചോദിച്ചു. ചെല്ലാറും എന്നാൽ ചെല്ലിപ്പോയിക്കൂടി. അത് മൊത്തം വേലയാണ്. അവർക്ക് നടക്കാത്തൊന്നുമില്ല. അപ്പോൾ ഒരാൾക്ക് ചോദിക്കാം, എന്ത് നട്ടപ്പത് ഈശ കഴിഞ്ഞിട്ട് മാസം കണ്ട പെരുന്നാളാവും? അപ്പം പെരുന്നാളായതല്ല, പെരുന്നാൾ തന്നെയാണ്. ഇത് ആർക്ക് ഉറപ്പാണ്? ഷെയ്ഖിന് ഉറപ്പാണ്, കണ്ടോന് ഉറപ്പാണ്. മറ്റൊൻ്റെ ഡൗട്ട് തീർത്തു കൊടുത്തതാണ്. ഇവർക്ക് എപ്പോഴും ഡൗട്ട് തീർത്താക്കാൻ കഴിയും. നാളെ രാവിലെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി കയറി നിൽക്കുന്ന നേരത്താണ് ഒരാൾ ഡൗട്ടാക്കിയെങ്കിലും മാനത്ത് ചന്ദ്രകലാവൻ ചുക്കമ്പരിക്ക് കഴിയും. ഒരു മഫ്തുഹാലിയാണ്. മനസ്സിലായാലും നമുക്ക് നടക്കാത്തൊരു കാര്യവും ഉണ്ടാവില്ല. അള്ളാഹു തുറന്നു തരട്ടെ. അവതാ പറഞ്ഞത് ഈ 3 500 അത് അതിൻ്റെ അഖില കാര്യം സമ്മതം വാങ്ങി ഒരാൾ ചെയ്യാൽ കിട്ടും. വലിയ ആളാവും. തുറന്നിട്ടു, പേടിക്കാണ്ട് തുറന്നിട്ടു. പക്ഷേ അപ്പോൾ പണിക്കോകാനുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഡ്രൈവിംഗ് ആണ് ജോലി, മറ്റേതാണ് ജോലി, ഹോട്ടലിൽ പൊറാട്ട അടിക്കണ്ടേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പലതുണ്ട്. കിതാബ് നോക്കണ്ടേ, മറ്റേതാണ്. കുട്ടികൾ അങ്ങനെയാണ്, നേരം കൊടുത്ത കുട്ടികളെ മദ്രസയിൽ കൊണ്ടേ ആക്കണ്ടേ, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പം നടക്കൂല, കുഴപ്പമില്ല, പത്തേ ഉണ്ടാവില്ല. പക്ഷെ പറ്റും പറഞ്ഞ തങ്ങളും അപ്പനൊപ്പം പോയ ആളെ നെയ്ച്ചോറിൻ്റെ വർത്താനം ചെയ്ത് ഇവിടെ അങ്ങാടി പറയേണ്ടി വരും. 2 ആൾ ഷൗട്ട് ചെയ്ത് ചോദിച്ചാൽ എനിക്ക് മറുപടി ഉണ്ടാവില്ല. ഞാനും പോയി നാളെ കല്യാണത്തിന് ആ ജാതി നെയ്ച്ചോറൊന്നും ഉണ്ടായില്ലാന്ന് അപ്പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാൽ എന്നറിയേണ്ടി വരും. അതേസമയത്ത് ചെയ്ത് തിന്നിട്ടുണ്ടെങ്കിൽ പോയി നോക്കണം. ഞാൻ വളർച്ച തിന്നോന്നാണെന്ന് അപ്പം പറയണമെങ്കിൽ ഇത് തിന്നണം. ഇന്നിപ്പോൾ നമ്മൾ ഈ വയറിനോലൊക്കെ 2 ഔട്ട് മറ്റോ ചവിട്ടിട്ട് ചോദിച്ചു എൻ്റെ പഠിച്ചോനെ എവിടെയെന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ കഴിയൂല. ഉറപ്പുള്ളവന് പറ്റും. ഉറപ്പുള്ളവന് നടക്കും. ഉറപ്പ് വേണം, കൽബിൽ ഉറപ്പ് വേണം. എന്നിട്ട് അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കണം. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ.